ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മൈനർ ആൻഡ് കോഫാക്ടർ ഓഫ് എ 3x3 മെട്രിക്സ്. അപ്പോൾ 2x2 മെട്രിക്സിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേണമെങ്കിൽ പ്ലേലിസ്റ്റിൽ വീഡിയോസ് കിടക്കുന്നുണ്ട്, അപ്പോൾ നോക്കാം. മൈനർ ആൻഡ് അപ്പോൾ 2x2 മെട്രിക്സിന്റെ ക്ലിയർ ആക്കിയിട്ട് വന്ന് 3x3 കാണുമ്പോൾ ഒന്നും കൂടി സിമ്പിൾ ആയിരിക്കും. ഓക്കെ, ഡയറക്റ്റ് ഇത് കാണാതെ 2x2ന്റെ ക്ലിയർ ആക്കാം. ഓക്കെ, എന്നിട്ട് ഇത് കാണാം. മൈനർ ആൻഡ് കോഫാക്ടർ ഓഫ് 3x3 മെട്രിക്സിൽ എങ്ങനെയാണ് ഡെഫിനിഷൻ വരുന്നത് നോക്കാം. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ വേണ്ട, ആദ്യം നമ്മൾ ജനറൽ ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പം നമ്മുടെ ജനറൽ ആയിട്ട് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 3x3 മെട്രിക്സ് നമ്മൾ ജനറൽ ആയിട്ട് ഇങ്ങനെ എഴുതും: A11, A12, A13, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ തേർഡ് കോളം. അതുകൊണ്ടാണ് ഈ സബ്സ്ക്രിപ്റ്റ് അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്തത് A21, A22, A23, A31, A32, A33. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ മൈനർ എന്ന് പറയുന്നത് ഓരോ എലമെന്റിനും കറസ്പോണ്ടിങ് ആയിട്ടാണ്. ഇപ്പൊ നമ്മൾ എന്ത് പറയും, A11ന്റെ മൈനർ എന്താന്നൊക്കെയാവും ക്വസ്റ്റ്യൻ വരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, മൈനർ ഓഫ് A11 അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, മൈനറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക M11 എന്നാണ്. M11 എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണുക എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഫസ്റ്റ് A11 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ എലമെന്റ് അല്ല. അപ്പൊ ഇതുള്ള റോയും കോളവും ഒഴിവാക്കുക, ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ്. അപ്പൊ അതുള്ള റോയും കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി ആരുണ്ടാവും? ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് പറയുമ്പോൾ A22 ഉണ്ടാവും, A23 ഉണ്ടാവും, A32 ഉണ്ടാവും, A33 ഉണ്ടാവും. ക്ലിയർ ആണോ? അപ്പൊ ഇങ്ങനെയാണ് മൈനർ കാണുക. അപ്പൊ നമുക്കിങ്ങനെ ഓരോന്നിന്റെയും കാണാം. അപ്പൊ M12 എങ്ങനെയാണ്? ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ്. അപ്പോൾ A12 ഈ എലമെന്റ് നോക്കുക, ഇതുള്ള റോയും കോളം ഒഴിവാക്കുക, ബാക്കി ആരൊക്കെ ഉണ്ടാവും? A21 ഉണ്ടാവും, A23 ഉണ്ടാവും, A31 ഉണ്ടാവും, A33 ഉണ്ടാവും. ഓക്കെ ആണോ? അടുത്തത് നമ്മൾ കാണുന്നത് M13 മൈനർ ഓഫ് ദിസ് എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A13 ഉള്ള റോയും ഒഴിവാക്കി കോളവും ഒഴിവാക്കി, ബാക്കി ആരൊക്കെ ഉണ്ടാവും? A21, A22, A31, A32. സിമിലർലി ബാക്കിയുള്ളതൊക്കെ കാണാം. M21 എന്ന് വെച്ച് കഴിഞ്ഞാൽ 21 ഉള്ള റോയും കോളം ഒഴിവാക്കി, ബാക്കി ആരുണ്ടാവും? A12, A13, A32, A33. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി M22 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സ്ഥലം ഉണ്ട്, കോഫാക്ടർ ഇതിനോട് റിലേറ്റ് ചെയ്ത് തന്നെ പറയാൻ പറ്റും. ഞാൻ കുറച്ച് ഇപ്പുറത്ത് എഴുതുന്നുണ്ട്, ഇവിടെ കോഫാക്ടർ എഴുതാനുള്ള സ്ഥലം കൊടുക്കാം. ഇനി അടുത്തത് M22 അല്ലേ? M22 എന്ന് വെച്ച് കഴിഞ്ഞാൽ 22 ഉള്ള റോയും കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ ആര് വരും? A11, A13, A31, A33. അടുത്തത് A23 ഉള്ള റോയും കോളം ഒഴിവാക്കുക, ബാക്കി ആര് വരും? A11, A12, A11, A12, A31, A32. ഓക്കെ, അടുത്തത് M31 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് വരും? അതുള്ള റോയും കോളം ഒഴിവാക്കുക, ബാക്കി ഞാൻ സ്പീഡിൽ എഴുതണ്ടേ. A13, A22, A23. അടുത്തത് M32 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് വരും? A11, A13, A21, A23, A21, A23. M33 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് വരും? M33 എന്ന് വെച്ച് കഴിഞ്ഞാൽ A11, A12, A21, A22. ഇനി കോഫാക്ടർ മൈനർ നമ്മൾ പറഞ്ഞു, ആ എലമെന്റുള്ള റോയും കോളം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റിന്. ഇതുപോലെ സിമിലർലി ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡെഫിനിഷൻ ഉണ്ട്. കോഫാക്ടറിനെ നമ്മൾ CIJ എന്ന് റെപ്രസെന്റ് ചെയ്യും. വേറെ കളറാണെങ്കിൽ CIJ എന്ന് പറയുന്നത് കാണാനുള്ള വഴി -1/i+j into mij. നമുക്കിപ്പോൾ കിട്ടിയ മൈനറിന് സൈന് വരും. അതായത് -1ന് എന്ത് വരും? ഓഡ് പവർ ആണെങ്കിൽ എന്താവും പറഞ്ഞിരുന്നത്? -1 ആവും. -1ന് ഈവൺ പവർ വന്നു കഴിഞ്ഞാൽ എന്താവും? 1 തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മൈനറിന് സൈന് വരുന്നതാണ് എന്ത്?
ചിലത് അത് തന്നെയാവും, മൈനർ തന്നെയാവും കോഫാക്ടർ. എങ്കിൽ സൈന് നമ്മൾ നോക്കണം. അപ്പോൾ അത് രണ്ടെണ്ണം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഫോർമുല ഒന്നും കണ്ടു പേടിക്കണ്ട, സിമ്പിളാണ് ചെയ്യാൻ, നോക്കിക്കോ. അപ്പോൾ നമ്മൾ ഇതും ഓരോ എലമെൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടാണ്. അപ്പോൾ നമ്മളെ M11 എന്ന് വെച്ച് കഴിഞ്ഞാൽ -1/1 + 1 ഇപ്പം കിട്ടിയ M11 ഇല്ലേ, അതായത് ഈ ഡിറ്റർമിനൻ്റ് ആണോ M11. അപ്പോൾ -1/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1, അപ്പോൾ 1 × അതന്നെ, അപ്പോൾ M11 തന്നെ വരും. എന്ത് വരും? A22 A23 A33 ഇവർ ഓക്കെ ആണോ? ഇനി M12 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് വരും? -1/1 + 2 × M12. അപ്പോൾ -1/1 + 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡ് പവർ ആണ്. 1 + 2 3 ആയില്ല. അപ്പോൾ -1 × അപ്പോൾ മൈനസ് ഓഫ് ദിസ് ഡിറ്റർമിനൻ്റ് A21 A23 A31 A33. ഓക്കെ. അടുത്തത് M13 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് വരും? -1/1 + 3 M12. അപ്പോൾ അത് ഈവൺ പവർ ആണ്. അപ്പോൾ 1 തന്നെ ആണോ? A21 A22 A31 A32. ഇവിടെ ആര് വരും? M21 എന്ന് വെച്ച് കഴിഞ്ഞാൽ -1/2 + 1 M21. അപ്പോൾ ഇതെന്താവും? ഓഡ് പവർ ആണോ ഈവൺ പവർ ആണോ? 2 + 1 ഈവൺ അല്ലേ, അപ്പോൾ വീണ്ടും മൈനസ് വരും. ഓക്കെ ആണോ? A12 A13 A32 A33. ബാക്കിയൊന്നും ഡിറ്റർമിനൻ്റ് മാറ്റമില്ല, ആ സൈന് മാത്രം നോക്കിയാൽ മതി. -1/2 + 2 × M22. ഓക്കെ. അപ്പോൾ -1/2 + 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതന്നെ 1 അല്ലേ, 1 × അപ്പോൾ ആ മാട്രിക്സ് തന്നെ A13 A31 A33. ഓക്കെ. അടുത്ത എന്ത് വരും? -1/2 2 + 3 × M23. അപ്പോൾ ആര് വരും? ഇത് മൈനസ് ആവും. മൈനസ് × A11 A12 A31 A32. ക്ലിയർ ആണോ? അടുത്ത എന്ത് വരും? -1/3 + 1. അപ്പോൾ 3 + 1 4. അപ്പോൾ അത് ഈവൺ, അപ്പോൾ സൈന് മാറ്റം ഉണ്ടാവില്ല, അതന്നെ സെയിം ഡിറ്റർമിനൻ്റ് തന്നെ. അപ്പോൾ A12 A13 A22 A23. ഇവിടെ ആര് വരും? -1/2 2 + 2 × M32. അപ്പോൾ ആരൊക്കെ വരും? A1 ഇത് മൈനസ് ആവില്ല, കാരണം പ്ലസ് ഇത് 3 + 2 ആണല്ലേ, അപ്പോൾ മൈനസ് വരും, മൈനസ് വീണ്ടും വരും. A11 A13 A21 A23. എക്സാമ്പിൾ ചെയ്യാൻ ഇത്ര പണിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതിപ്പോൾ ഞാൻ ഇങ്ങനെ A11 ഒക്കെ കൊടുക്കൊണ്ടാണ്. നമുക്ക് എക്സാമ്പിൾ നമുക്ക് വേഗം ചെയ്തു പോവാം. അപ്പോൾ -1/3 + 3 × M33. ആരൊക്കെ വരും? ഇത് മാറ്റം ഉണ്ടാവില്ല, 3 + 3 6 അല്ലേ, ഈവൺ പവർ ആണ്. അപ്പോൾ A11 A12 A21 A22. ഇനി ഇങ്ങനെ പറഞ്ഞാൽ ഡൗട്ട് ഉള്ളവർക്ക് നമുക്കിതൊരു എക്സാമ്പിളിലൂടെ ക്ലിയർ ആക്കാം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നോക്കിയോ, പുതിയൊരു സ്ലൈഡ് പോകുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിക്കോ. ഫൈൻഡ് ദി minor and cofactor corresponding to every element of the matrix. ഒരു മെട്രിക്സ് തരുന്നുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ എലമെന്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് കാണണം? മൈനറും കോഫാക്ടറും കാണണം. അപ്പോൾ മെട്രിക്സ് എഴുതി വെച്ചോ. 1 2 3 -3 2 1 5 6 7 4 6 7 ഇങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ എന്ത് വരും? ഇതിന് മൈനർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു M11 എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്താണ്? M11 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഉള്ള റോയും കോളം, ഫസ്റ്റ് എലമെന്റ് ഉള്ള റോയും കോളം ഒഴിവാക്കി ബാക്കിയുള്ള ഇതിൻ്റെ ഡിറ്റർമിനൻ്റ്. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് 2 1 6 7 അങ്ങനെ സ്പീഡായി എഴുതിപ്പോണ്ട്. M12 എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്ത് വരും? 2 ഉള്ള റോയും കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി ആരൊക്കെ വരും? -3 1
4 7 ആണോ? അടുത്തത് M13 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് വരും? 3 ഉള്ള റോയും കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ -3 2 4 6. സിമിലർലി M21 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് വരും? M21 എന്ന് വെച്ച് കഴിഞ്ഞാൽ -3 ഇതുള്ള റോയും കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ 2 3 6 7. ഓക്കെ, 2 3 6 7. ഓക്കെ, ഇവിടെ സ്ഥലം വിടുന്നുണ്ട്, കുറച്ച് വിട്ടാൽ മതിയാവും. എന്ത് വരും? M22 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 2 ഇതുള്ള റോയും കോളം ഒഴിവാക്കുക. അപ്പോൾ ബാക്കി ആരൊക്കെ വരും? 1 3 4 7 വരും. ഓക്കെ, 1 3 4 7. ഇനി M22 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് വരും? M23 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള റോയും കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ 1 2 4 6. അടുത്തത് M31 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? M31 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തേർഡ് എലമെന്റ് ഉള്ള റോയും കോളം ഒഴിവാക്കുക ആണോ? അപ്പോൾ ആരൊക്കെ വരും? 2 3 2 1. M32 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് വരും? M32 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെ വരും? 1 3 -3 1. ഓക്കെ, ഇനി M33 എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ആരൊക്കെ വരും? 1 2 -3 1 2 -3 2. ഇതുവരെ ഓക്കെ ആണോ? ഇനി ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മൈനർ കംപ്ലീറ്റ് ആയി. അപ്പോൾ എന്ത് വരും? 14 2 × 7 2 × 7 -6. 14 - 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ആവും. ഇതെന്ത് വരും? -21 -4 എന്ന് വരും. അപ്പോൾ -25 ആവും. ഇവിടെ -18 +8 എന്നാവും. അപ്പോൾ -10 ആവും. ഓക്കെ, ഇനി എന്താവും? 14 - 18 അപ്പോൾ -4. M22 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് വരും? 7 - 12 -5 വരും. 6 - 8 -2. 2 - 6 -4. 1 -9 അപ്പോൾ 1 + 9 ആവും. ഓക്കെ, എന്താവും? 10 ആവും. എന്ത് വരും? 2 + 6, അതായത് 2 - -6 2 മൈനസ് വരും. അപ്പോൾ 2 + 6 എന്ത് വരും? 8 വരും. ഇനി C11 എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഫാക്ടർ കാണുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിൽ മാറ്റമില്ലാത്തത് എന്താവും? -1 + 1. അപ്പോൾ ഇതിന് മാറ്റം ഉണ്ടാവില്ല, സൈന് മാറ്റം ഉണ്ടാവില്ല. 8 തന്നെ, 1 × 8 എന്ന് വരും. C12 എന്ത് വരും? പക്ഷെ ഇതിന് സൈൻ മാറ്റം ഉണ്ടാവും. -1 + 1 + 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? -1³ ആണ്. അത് -1 തന്നെയല്ലേ? അപ്പോൾ ഉള്ള സൈനിനെ മാറ്റി എഴുതുക. അപ്പോൾ -25 എന്താവും? +25 ആവും. ഇനി C13ക്ക് സൈൻ മാറ്റം ഉണ്ടാവില്ല. അടുത്തത് C21ന് മാറ്റം ഉണ്ടാവും, കാരണം 2 + 1 എന്താണ്? 3 ആണ്. അപ്പോൾ സൈന് മാറ്റി എഴുതുക. -4 ഉള്ളത് +4 ആയി. C22ന് സൈൻ മാറ്റം ഉണ്ടാവില്ല, -5 തന്നെ. C23ക്ക് സൈൻ മാറ്റം ഉണ്ടാവും, -2 മാറ്റി +2 ആവും. C31ന് സൈൻ മാറ്റം ഉണ്ടാവില്ല, കാരണം 3 + 1 4 ആണ്, ഈവൺ പവർ ആണ്. അപ്പോൾ -4 തന്നെ, ഉള്ള സൈൻ തന്നെ വരും. C32 എന്ത് വരും? 10 മാറി -10 ആവും, കാരണം ഓഡ് പവർ ആണ്. C33 എന്താവും? സൈൻ മാറ്റം ഉണ്ടാവില്ല, അതന്നെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മൈനറും കോഫാക്ടറും കണ്ടുപിടിക്കുക. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, സ്വന്തമായി വർക്കൗട്ട് ചെയ്താൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. ഒരു പ്രോബ്ലം എടുക്കുക, ചെയ്ത് നോക്കുക. ഓക്കെ.